വർഷാവർഷം റമദാൻ വരുന്നു, നോമ്പ് നോൽക്കുന്നു, തറാവീഹ് നിസ്കരിക്കുന്നു, ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നു. പക്ഷേ മാനസികമായ എവിടെ മാറ്റം? എന്താണ് ആ മാറ്റത്തിന്റെ കുറവ്? പ്രധാനമായുള്ള കുറവ് ഇതാണ്. മനസ്സിൽ നിന്നുള്ള ഈ വ്യതകളൊക്കെ മുഴുവനും തുടച്ചു നീക്കി മാറ്റിയിട്ട് അതിന് ചിലർ പറയും, ഉസ്താദ് അവരിങ്ങോട്ട് വരട്ടെ, ഞാൻ അങ്ങോട്ട് പോയാൽ ശരിയാവൂല. നമ്മൾ ആരാ? കുറ്റം നമ്മളെ ഭാഗത്തല്ല, മറ്റേ ഭാഗത്താന്ന് കൂട്ടിക്കോളും. എന്നാ പോയിട്ട് പിന്നെ എനിക്ക് പൊരുത്തപ്പെട്ടു തരാം. അങ്ങനെ പറയാൻ പറ്റും ഉസ്താദ്? അങ്ങനല്ലേ പറയേണ്ടത്? ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ തൊപ്പിയും കണ്ടിട്ടൊരു കള്ളൻ ഓടി. ഓടുമ്പോ ഇമാം നവവി റളിയല്ലാഹു അൻഹു പിന്നാലെ ഓടി. എന്തിന്? പൊരുത്തപ്പെട്ടു കൊടുത്താൽ അയാൾ ആഖിറത്തിൽ രക്ഷപ്പെടും. പക്ഷെ അയാൾക്ക് സന്തോഷത്തോടെ ഉപയോഗിക്കാൻ വാക്കാലൊരു പൊരുത്തം അറിയിക്കണ്ടേ? പക്ഷെ കള്ളൻ വിചാരിച്ച് പിടികൂടാൻ വരികയാണ്. പിടികൂടാൻ അയാൾ ഓട്ടോ സ്പീഡാക്കി. അയാളെ പിന്നാലെ എങ്ങനെ ഓടാൻ കഴിയോ? ഇമാം നവവി റളിയല്ലാഹു അൻഹു ഓടി പരിശീലിപ്പിച്ച് അങ്ങനെ കുറെ ഓട്ട മത്സരത്തിന് പോയ ആളല്ലല്ലോ, വേറെ ഇൽമായിട്ട് ശുഗലായ മഹാനല്ലേ. ഇമാം നവവി റളിയല്ലാഹു അൻഹു സ്ഥലത്ത് നിന്നിട്ട് പറഞ്ഞു, മോനെ ഒന്ന് നിക്ക്, എന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്ക്, എന്നിട്ട് പോയിക്കോന്ന്. നീ എടുത്ത തൊപ്പിയാ നിനക്ക് ഹലാലായി പൊരുത്തപ്പെട്ടു എന്ന് തോന്നുന്നു. അങ്ങോട്ടാ പോയത് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ. ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കണ്ട. നമ്മൾ അങ്ങോട്ടങ്ങ് മനസ്സ് വെച്ചാൽ നമ്മുടെ മനസ്സിൽ അല്ലാഹു തആല തരുന്ന തെളിച്ചം ചെറുതല്ല. 150 ആളുകൾ മാറി മാറി അടിച്ച ശരീരമാണ് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം. അനാവശ്യമായൊരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു വാക്കും പറഞ്ഞിട്ടില്ല, ഒരു ഹറാമും കണ്ടിട്ടില്ല. അന്നത്തെ ഭരണാധികാരികൾ ഉണ്ടാക്കി വെച്ച ചില ചെപ്പടി വിദ്യകൾക്ക് പിന്നണി കൊടുക്കാത്തതിന്റെ പേരില്, അതിന്റെ പിന്നിലൊന്ന് കൈവീശിയിട്ട് സപ്പോർട്ട് ചെയ്യാത്തതിന്റെ പേരില് അള്ളാഹുവിന്റെ ദീനിന്റെ ബഹുമാനം, അവരെങ്ങാനും പറഞ്ഞ വസ്തുതകൾ അംഗീകരിക്കുകയാണെങ്കിൽ ഖുർആനിന്റെ ബഹുമാനം കുറഞ്ഞു പോകും. അതുകൊണ്ട് അത് അംഗീകരിക്കാൻ തയ്യാറില്ല എന്ന നിലക്ക് ജീവിച്ചപ്പോ കാരാഗ്രഹത്തിലടച്ച് 150 ആളുകളാണ് ചാട്ടവാറ് കൊണ്ട് മാറി മാറി അടിച്ചു. അതേ ജയിൽ മോചിതനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പുറത്തു വരുമ്പോ കൂട്ടുകാര്, ശിഷ്യന്മാര്, നാട്ടുകാര്, മുഹിബ്ബീങ്ങൾ എല്ലാവരും പറയുന്നു, ഉസ്താദേ ധാരാളം ആളുകൾ നിങ്ങളെ ശിക്ഷിച്ചല്ലോ. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ മറുപടി, ഞാനൊന്ന് കോർട്ടിൽ പോയിട്ട് അവരെല്ലാവരെയും ഒന്ന് ജയിലിലാക്കണമെന്നല്ല. പഠിച്ചു വെച്ചോ മുഅ്മിനേ, റമളാൻ ഷരീഫ വരുന്നത് മനസ്സിൽ നിന്ന് കറകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് റമളാനിനെ സ്വീകരിക്കാൻ കുപ്പായമിട്ടാൽ മാത്രം പോരാ. മനസ്സിന്റെ ഒരു സ്വഫ ഉണ്ട്, ഒരു ക്ലിയർ ഉണ്ട്. ആ തെളിച്ചത്തോടെ ആത്മീയതയോടെ റമളാൻ സ്വീകരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളും നമ്മൾ ചൊല്ലുന്ന ദിക്റുകളും വല്ലാതെ രസം വർദ്ധിക്കുന്നു, ആനന്ദം കൂട്ടിത്തരുന്നു. റമളാനിന്റെ ഓരോ രാവും പകലും തുല്യതയില്ലാത്ത മധുരമേറിയതാണ്. രാവിനേക്കാൾ മഹത്വമാണ് പകല്, പകലിനേക്കാൾ മഹത്വമാണ് രാവ്. ആ നിലക്ക് മഹത്വങ്ങൾ മാറി മറിയുന്ന വിശുദ്ധ റമളാനിൽ ഓരോ രാവും പകലും അനുകൂലമായി കിട്ടണമെന്ന് ദുആ ചെയ്യാറില്ലേ? അല്ലാഹുമ്മ ജഅൽ ഹാദാ ശഹ്റ ശരീഫൽ അലീമ ഷാഹിദൻ ലീ ലാ ഷാഹിദൻ അലയ്യ ഹുജ്ജത്തൻ ലീ ലാ ഹുജ്ജത്തൻ അലയ്യ എന്ന് ദുആർക്കാറില്ലേ? ദുആ മാത്രം പോരാ, അനുകൂലമായി കിട്ടാൻ, ഒരിഞ്ച് പ്രതികൂലമാകാതെ പൂർണ്ണമായും അനുകൂല സാക്ഷിയായി കിട്ടാൻ. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നെ തല്ലിയ എല്ലാവർക്കും ഞാനങ്ങ് മാപ്പ് കൊടുത്തു. ഒരു വിധി കേട്ടാൽ അടുത്ത വിധിക്ക് പിന്നാലെ പോകാനല്ലേ സഹോദരന്മാരെ ഇന്ന് തിടുക്കം? അതിന് ലക്ഷങ്ങളല്ലേ മുടക്കി വെക്കാറുള്ളത്, കോടികളല്ലേ മുടക്കി വെക്കാറുള്ളത്. ഒരുപക്ഷെ ജീവിതത്തിന്റെ അവസാനം വരെ കറങ്ങിയിട്ട് അവസാനത്തോ റിപ്പോർട്ട് പോലും കിട്ടാതെ കേൾക്കാൻ കഴിയാതെ മരിച്ചു വിരിയാറില്ലേ? അതേ സമയത്ത് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒന്ന് ഉത്തരവിട്ടാൽ, നിയമപരമായി അവരെ അറസ്റ്റിലാക്കണമെന്ന് പറഞ്ഞാൽ, ഭരണചക്രം മാറ്റിക്കറക്കാൻ വേണ്ടി രണ്ടാമത് ഊഴം സ്വീകരിച്ചു വന്ന ഭരണ നേതാവ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ മുഹിബ്ബാണ്. ഒരാളെയും വിടാതെ കൂട്ടിൽ കയറ്റി ശിക്ഷിക്കും. പക്ഷേ മഹാനവറുകളുടെ ഈമാൻ, അവിടുത്തെ ഇഖ്ലാസ്, അവിടുത്തെ തഖ്വ, അവിടുത്തെ സൽസ്വഭാവം, വിട്ടുവീഴ്ചയുടെ പ്രതീകം എല്ലാവർക്കും മാപ്പ് കൊടുത്തു. ഇല്ലാ അഹ്ലൽ ബിദ്അ,
ഒരാൾക്കൊഴികെ അവർക്ക് മാപ്പ് കൊടുക്കാത്തത്. അവർക്ക് മാപ്പില്ലെന്ന് കേട്ടിട്ട് അവർ വിദേഹത്തു നിന്നൊന്ന് രാജിയായിട്ട് വരട്ടെ, എന്നിട്ട് അവർക്കും മാപ്പ് കൊടുക്കാം. വ്യക്തിപരമായി അവരോടും ഒരു വിരോധമില്ല, ആശയ സംബന്ധമായ വിരോധമാണ്, അതിനാണ് ആ ഒഴിവാക്കിയത്. അവരോട് ആരോടും വ്യക്തിപരമായി ഒരാളോടും വിരോധമില്ല. ഇത്രയും അധികം ആളുകൾ ചേർന്നിട്ട് നിരപരാധിയായ മഹാനുഭാവനെ തല്ലിയിട്ട്, അതും സാധാ വടി കൊണ്ടല്ല, ചാട്ടവാറ് കൊണ്ട് ഒരുപാട് വേദനകൾ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, പൊരുത്തത്തിന് വേണ്ടി സഹിച്ച് നല്ല സന്തോഷത്തോടെ പുറത്തിറങ്ങുമ്പോ അവരോടൊരു കറയില്ല, വിദ്വേഷമില്ല, വൈമനസ്യമില്ല. അറിയാതെ ചെയ്തു പോയ കുറ്റത്തിന് നമ്മളെ മനസ്സിന്റെ പക എത്രയാണ്, അറിവിന്റെ കുറവ് കൊണ്ട് വന്നു പോയ വാക്കിന് നമ്മുടെ പിണക്കം എത്ര മൂർച്ചയാണ്. എത്രയാ സഹോദരങ്ങളെ, അതിന് വല്ല കയ്യും കണക്കുണ്ടോ? ദർശന്ന് പോയി ഒരു മുത്താലിമ് ഒരു കാരണമില്ലാതെ പോയതാ. അയാൾ തിരിച്ചു വന്ന് കുറച്ച് കഴിഞ്ഞ് വേറെ ദർശനമൊക്കെ പഠിച്ചിട്ട്, ഉസ്താദ് എന്നോട് വിഷമമുണ്ടോ? ഒരു വിഷമമില്ലാന്നോ? എന്താ വിഷമം? നിങ്ങൾക്ക് പോകാൻ തോന്നിയപ്പോൾ നിങ്ങൾ പോയി, ഞാനിപ്പോ കെട്ടിണ്ടാളൊന്നുമല്ലല്ലോ. നിങ്ങൾക്ക് പോകാൻ തോന്നി നിങ്ങൾ പോയി, നിങ്ങൾ വേറെ സ്ഥലത്ത് പഠിക്കുന്നു, അള്ളാഹു ആഫിയയിൽ വരട്ടെ. എൻ്റെ അടുത്ത് തന്നെ ആൾ പഠിച്ചോളം നിർബന്ധമുണ്ടോ? ആരെയും പഠിക്കാലോ, നിങ്ങൾ എല്ലാവർക്കും പഠിച്ചോളി, വളർന്നോളി, അള്ളാഹു നിങ്ങൾക്ക് ആഫിയയിൽ വരട്ടെ. നിങ്ങൾ പോയില്ലേ, നിങ്ങൾ ഒരു കാലത്തും നന്നാവൂല. അങ്ങനെ പറഞ്ഞ ആവശ്യം എന്താ? അയാൾ നന്നാകല്ലേ വേണ്ടത്? അയാൾ റാഹത്തോടെ വളർന്നു വരല്ലേ വേണ്ടത്? പഠിച്ച് വളർന്ന് നന്നാകാനല്ലേ ഇത് വേർക്കേണ്ടത്? അങ്ങനെ അബദ്ധത്താൽ എന്തെല്ലാം സംഭവിക്കും, ഇൽമോന്റെ കുറവുകൊണ്ട് എന്തെല്ലാം സംഭവിക്കും. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വന്നു അത്താഴത്തിന്റെ സമയത്ത് നിസ്കരിക്കാൻ വേണ്ടി. അപ്പോ രാത്രി കിടന്നുറങ്ങുന്ന രണ്ട് കുട്ടികൾ തമ്മിൽ ചെറിയ കച്ചറുണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശിഷ്യന്മാര്. അങ്ങനെ ഉന്തും തള്ളൊക്കെ ഉണ്ടായിട്ട് ഒരാൾ മറ്റേ പറഞ്ഞു, രാവിലെ സുബൈക്ക് തഹജ്ജുദ് നിൽക്കില്ല, അപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് രണ്ടാൾ രണ്ട് ഭാഗത്ത് കിടന്ന്, അതിൽ ഒരാൾ എണീറ്റ് നോക്കുമ്പോൾ ഒരു രൂപം ഇങ്ങനെ കണ്ടു. അയാളെ കണ്ണിൽ തോന്നി ഇത് നമ്മളെ പ്രതിയാണ്, രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കുണ്ടാക്കിയ ആളാണ്. പോതിരെ തല്ലിയത് ആരെയാണ്? സ്വന്തം ഉസ്താദ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. നല്ലോണം തല്ലി, പക്ഷെ അടിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് അടി അടിക്കാതെ വെക്കുമ്പോ തല്ലിയ ആൾക്കൊരു സംശയം, ഇതെന്താ അങ്ങനെ ആയിപ്പോയത്? ഇന്നലെ സംസാരിക്കുമ്പോഴൊന്നും ഇങ്ങനെ നല്ല ഊക്കുണ്ടല്ലോ ആൾക്ക്, പക്ഷെ രാവിലെ തല്ലുമ്പോ എങ്ങനെ ഒരു ശക്തി കുറവ്. കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കഴിഞ്ഞപ്പോ മറ്റേ ആള് സ്ഥലത്തുനിന്ന് ഇങ്ങനെ എണീറ്റ് വരുന്നുണ്ട്. പഠിച്ചോനെ, അപ്പൊ ഞാൻ തല്ലിയതാരെ? ഞാൻ ഇയാളല്ലേ തല്ലിയത്? ഇയാളിപ്പോ അവിടുന്ന് കിടന്നുറങ്ങേണ്ട എണീറ്റ് വരാണല്ലോ. അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോ അടി കിട്ടിയത്, അടി കൊണ്ടത് ഉസ്താദിനാണ്. ആ ശിഷ്യൻ ബറബറക്കാൻ തുടങ്ങി. ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ മാപ്പാക്കി തരണം, ഞാനും എന്റെ സുഹൃത്തും തമ്മിൽ ചെറിയൊരു തർക്കമുണ്ടായിട്ട് രാത്രി ഞങ്ങൾ രണ്ടു വശത്ത് കിടന്നു. രാവിലെ കാണിച്ചു തരാമെന്ന് പറഞ്ഞങ്ങ് കിടന്നതാണ്. ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോ തന്നെ കണ്ടത് അവനാണെന്ന് കരുതിയിട്ട് നന്നായി അടിച്ചുപോയി. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, മോനെ നീ ആള് മാറിയിട്ടാ തല്ലുന്നത് എന്ന് തല്ല് കൊള്ളുമ്പോ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഓരോ അടി നീ എന്നെ അടിക്കുമ്പോഴും ഞാൻ അള്ളാഹിനോട് പറഞ്ഞത് പുറത്തു കൊടുക്കുക അല്ലാ, മാപ്പാക്കി കൊടുക്കുക അല്ലാ, എന്റെ ശിഷ്യൻ ഞാനാണെന്ന് അറിയാതെയാണ് തല്ലുന്നത്, നീ അത് വിട്ടുകൊടുക്കുക അല്ലാ. അറിവില്ലാതെ വന്നുപോയ വാക്കിന്റെ പേരിൽ, പ്രവൃത്തിയുടെ പേരിൽ, സമീപനക്കുറവിന്റെ പേരിൽ എത്രയാ സഹോദരങ്ങളെ സംഘർഷങ്ങള്, കുടുംബ കലഹങ്ങള്, വൈരാഗ്യങ്ങള്, വെറുപ്പുകള്, വിദ്വേഷങ്ങള്. ഇതൊക്കെ മാറ്റേണ്ട സമയമാണ്. വിശുദ്ധ റമളാൻ അങ്ങ് വരുമ്പോ അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ.